ഹലോ യോൺ. അപ്പോൾ ഇന്ന് നമുക്ക് പീക്ക് വീക്കിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ കോമ്പറ്റീഷൻ വരുന്നത് 28-ാം തീയതിയാണ്. ഇന്ന് 21-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഇനിയും നമുക്ക് 8 ദിവസം ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ നാളേക്കാണ് പീക്ക് വീക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ അവിടെ കൊടുങ്ങല്ലൂർ പോയി വെയിറ്റ് കൊടുത്തു. ഇന്നലെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഫുഡ് ഉണ്ടാക്കിയതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ചെയ്തു രാവിലെ തന്നെ. അപ്പോൾ രാവിലെ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോണ വൈക്ക് വണ്ടിയിൽ നിന്ന് സ്കൂപ്പ് പ്രോട്ടീൻ കുടിച്ചു. പിന്നെ നമ്മൾ മുട്ട കൊണ്ടുപോയി ഞാൻ മുട്ട കഴിച്ചു. പുറത്തുനിന്നൊരു നെയ് റോസ്റ്റ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു പ്രോട്ടീൻ സ്കൂപ്പും കൂടി കുടിച്ചു. 3 പ്രോട്ടീൻ സ്കൂപ്പ് കുടിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇതാക്കണം, ഒരു സ്കൂപ്പ് കുടിക്കാൻ പോകണം. രാവിലത്തെ ദിവസം നല്ല വിശപ്പുണ്ടായി. ഫസ്റ്റ് വന്നത് ഡ്രാഗൺ ഫ്രൂട്ട്, ഒരു ആപ്പിള്, സ്കൂപ്പ് പ്രോട്ടീൻ കഴിക്കും. അപ്പോൾ നമ്മൾ കാർബ് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. കാർബ് കട്ട് ചെയ്യാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യില്ല, ഒന്ന് കുറക്കും. അതായത് ഇപ്പോൾ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 200 ഗ്രാം കാപ്സ് ആയിരുന്നു. ആ 200 ഗ്രാം കാപ്സിലത് 100 ഗ്രാം കാപ്സിൽ താഴത്തേക്ക് ആക്കും, ഒരു 70-100 ആ ലെവൽക്ക്. പിന്നെ ഷോർഡേന് 2 ദിവസം ഷോർഡേന് വന്നു, ഷോർഡേന് 2 ദിവസം കാപ്സിൽ ഓർഡർ ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. രാവിലത്തെ എന്താണ് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഒരു ആപ്പിൾ തിന്നു, ആദ്യം ചെറിയ ആപ്പിൾ തിന്നു. ആപ്പിൾ തിന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് തിന്നു. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വേ പ്രോട്ടീൻ. ഇപ്പം നമുക്ക് പ്രൊമാസിൻ ന്യൂട്രീഷൻ അയച്ചെന്നാണ്. വൈപ്പർ ലാബ്സിനാണ് ഞാൻ ആദ്യം യൂസ് ചെയ്ത സംഭവമാണിത്. കോൾഡ് കോഫി ഫ്ലേവറാണ് യൂസ് ചെയ്തിട്ട്. ഇതിപ്പം കേസർ കുൽഫി ഫ്ലേവറാണ്. ടേസ്റ്റ് ഉണ്ട്, 20 ഗ്രാം പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺ വോയിസ് വീഡിയോയിൽ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഇതിൽ അത് പോർട്രേറ്റിൽ എടുക്കാമെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇൻസ്റ്റയിലും കൂടി അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇൻസ്റ്റയിൽ ഞാൻ അതിൽ നിന്ന് ഷോർട്ട് കട്ട് ചെയ്തുകൊണ്ട് അതിൽ വോയിസ് ഓവർ കയറ്റിയിട്ടാണ് ഞാൻ സാധാരണ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യൽ. അപ്പം ലാൻഡ്സ്കേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അതിന് കട്ടെടുക്കാൻ കഴിയില്ല. എനിക്ക് വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഒരു സമയത്ത് 2 വീഡിയോ എടുക്കേണ്ടി വരും. ലാൻഡ്സ്കേപ്പിൽ എടുക്കേണ്ടി വരും, പോർട്രേറ്റിൽ എടുക്കേണ്ടി വരും. അപ്പോൾ പോർട്രേറ്റിൽ എടുക്കണോ അതോ ലാൻഡ്സ്കേപ്പിൽ എടുക്കണോ അത് ഡൗട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളെ ഇതിനനുസരിച്ചാണ് നോക്കാം. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഫിഷിൻ്റെ വെള്ളം മാറ്റാണ്. ഫിഷ് ഏതാണല്ലോ കാണിച്ചു തരാം. സിലോപ്പി, കോറിയിൽ നിന്ന് പിടിച്ചു കൊടുന്ന സിലോപ്പി കുട്ടികൾ ആയിരുന്നു. കുറച്ച് വലുപ്പം വെച്ചിരിക്കണേ. അതേപോലെ കുറച്ച് നല്ല കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പം വെള്ളം മാറ്റി ക്ലീനാക്കി സെറ്റാക്കി. അപ്പം നാളെ മുതലാണ് പീക്ക് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാപ്സ് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ വലിയ വീഡിയോ ആയിക്കാണ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിക്കാണ്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ലോങ് വീഡിയോസും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ റീലായി കണ്ടു. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഞാൻ ലക്കിട്ടോ അടിച്ചിന് സ്ക്രാച്ച് കാർഡ് ചെയ്യാണ്ട്. അപ്പോൾ അത് സൈക്കിൾ എടുക്കാൻ പോവാണ്. നമ്മൾ നടന്നിട്ടാണ് പോണത്. നമുക്ക് സ്റ്റെപ്പ് കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇനി നടന്നിട്ടാണ് പോണത്. നമ്മൾ സൈക്കിൾ എടുത്തു. പക്ഷെ കുറേ സൈക്കിൾ ഓടിച്ചിട്ട്, അതായത് ശരിക്കും റോഡ് കൂടെ സൈക്കിൾ ഓടിച്ചിട്ട്, അതുകൊണ്ട് നല്ല ടൈറ്റ് ഉണ്ട്, ഭയങ്കര ടൈറ്റ് ഉണ്ട്. ഇനി പെരേക്ക് എത്തണം. ഇനി പെരേക്ക് ഇപ്പോൾ പോകാൻ ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. പെട്ടെന്ന് മഴ അതൊന്ന് കയറി നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ കുഴങ്ങിയാണ്. കുറച്ച് റെസ്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സൈക്കിൾ ഓടിക്കാൻ അത്ര സിമ്പിളായ പരിപാടിയല്ല. നമ്മൾ ജിമ്മിൽ ഓടിക്കുന്ന പോലെ അല്ല നമ്മൾ റോഡ് കൂടെ സൈക്കിൾ ഓട്ട് പോകാം. നല്ല ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കാരണം എന്താ ശീലമായി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കാം. എന്ത് നമ്മൾ തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം, പിന്നെ അത് ശീലമാകുമ്പോൾ നമുക്ക് ഈസിയായി വരും. ഓക്കെ, അപ്പോൾ ഇനി വീട്ടിൽ എത്താണ്ട് പകുതിക്ക് പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇനിയും പോകാണ്ട്. ഓക്കെ, ഇപ്പോൾ വീട്ടിലെത്തി. നല്ലോണം ലേറ്റായി.
നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ വന്നപ്പോൾ നമ്മൾ എന്ത് കാട്ടി, ഫുഡ് ഉണ്ടാക്കാൻ ടൈമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വാങ്ങിക്കൊടുന്നു. പിന്നെ ചോറുണ്ടായിരുന്നു ഇവിടെ, കുറച്ച് കൂട്ടാനുണ്ടായിരുന്നു, അത് മൊത്തം എടുത്തു. പിന്നെ ഒരു ക്യാരറ്റ് ആദ്യം കഴിക്കാൻ. ഒരു ക്യാരറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിശപ്പും അപ്പം മാറി കിട്ടും. പിന്നെ കുറച്ച് ഫുഡ് ആവശ്യമുണ്ടാവുള്ളൂ. അപ്പം ടാക്ടിക്കൽ മൂവ്. ഇതാണ് ഫുഡ്. ചിക്കൻ ബ്രസ്റ്റ്, റൈസ്, കൂട്ടാൻ. അപ്പോൾ ഓക്കെ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിന്. പിന്നെ വേറെ പണി കിട്ടി. ചിക്കൻ ചെസ്റ്റ് പീസ് ചോദിച്ചു വാങ്ങിയതാണ്. പക്ഷെ തന്നത് ചെസ്റ്റ് പീസല്ല, ലെഗ് പീസാണ്. ഡിസപ്പോയിൻറ്റഡ്. ഹലോ യോൺ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ പോയി, തൃശ്ശൂർ പോയി, കൊടുങ്ങല്ലൂർ പോയിട്ട് നമ്മൾ വെയിറ്റ് കൊടുത്തു, അതേപോലെ തന്നെ ബ്ലഡ് കൊടുത്തു, ഒക്കെ കൊടുത്തു. അതുകൊണ്ട് ഇന്നലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടിപ്പോൾ 4 ദിവസം 5 ദിവസം ഇത്ര ആയി. ഓക്കെ. അപ്പോൾ ഇന്നലെ ഡയറ്റും ഏകദേശം ഓക്കെ ആയിരുന്നു. കാലറി ഡെഫിസിറ്റിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റൊന്നും അധികം കയറിയിട്ടുണ്ടാവില്ല. എന്നാലും വർക്ക് നമുക്ക് കറക്റ്റ് കിട്ടിയില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് വരാൻ ലേറ്റായി. ഒരു 12:30-ക്കൊക്കെയാണ് അവിടെ നിന്ന് ഞാൻ പോകുന്നത് രാത്രി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 2:30 ആ ടൈമായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ എന്താണ്, നമുക്ക് ഇന്ന് വർക്കൗട്ട് ഉണ്ട്. നമുക്ക് ബൈസും ട്രൈസും ആയപ്പോൾ ഷോൾഡറും കളിക്കാണ്ട്. കാരണം കളിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഒപ്പം കളിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കാം, ഇന്നത്തെ കണ്ടീഷൻ നോക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്യാൻ ഫാറ്റ് ബോഡിയാണ് കണ്ടോ. നമ്മളിപ്പോൾ ഇനി കാർബ് കട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ഫാറ്റ് കട്ടാവും. അപ്പോൾ ആ ഇതിൽ ഇത് കട്ടാവണം. അപ്പോൾ അതിന് കാർഡിയോ കുറച്ച് കൂട്ടാനുണ്ട്. അതുകൊണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാറ്റ് കൂടി കളയാൻ പറ്റും. എന്നാലും സ്ട്രയേഷൻസ് കാര്യങ്ങളൊന്നും ഇപ്പോഴും കറക്റ്റായിട്ട് പണ്ടത്തെ പോലെ വന്നിട്ടില്ല. കാരണം ട്രൈസെപ്സ് നമുക്ക് ഇതിനെക്കാട്ടിലും സ്ട്രയേഷൻസ് വന്നിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ടിൽ. പക്ഷേ അത്രയ്ക്ക് ആയിട്ടില്ല. എന്നാലും നമ്മൾ മാക്സിമം നോക്കും. ഓക്കെ. മാക്സിമം അത്രയ്ക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയ്ക്ക് നമ്മൾ എത്തിക്കും. അപ്പം എന്തായാലും നമുക്ക് വർക്കൗട്ട് ചെയ്യാണ്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം കുറേ ദിവസമായി വർക്കൗട്ട് ചെയ്തിട്ട്. ആപ്സിന് പുതിയ കട്ട് വന്നതാണ് ഇവിടെ ഉണ്ടോ. ഈ കട്ട് നമുക്ക് ആദ്യം ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ കട്ട് കാണുന്നത്. അപ്പോൾ കോമ്പിനേഷൻ അന്ന് ഇതിൽ കറക്റ്റ് കാണുന്നുണ്ടാവും, പ്രതീക്ഷിക്കുക. ഓക്കെ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇന്നത്തെ ഡയറ്റ് ഓക്കെയാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ആഫ്റ്റർ 4 days or 5 days we are going to work out again. അപ്പോൾ അത്രയ്ക്കുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നാളെ കാണാം. ഇങ്ങോട്ട് നോക്കി സിമാറ്റ് ബോഡി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. പിന്നെ നടന്നു വരുമ്പോൾ ഓക്കെ അത് ഫോക്കസായി.